നമസ്കാരം. കൈപ്പകശ്ശേരി കോയന്നമ്പുരി. വൃശ്ചിക മാസത്തിലെ കാർത്തിക ദിവസം. വൃശ്ചിക മാസത്തിലെ കാർത്തിക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, വൃശ്ചിക മാസത്തിലെ കാർത്തിക അതിഗംഭീരമാണ്. നന്നായിട്ടാണ് ഭഗവതിക്ക് പ്രാധാന്യം കൊടുത്ത്, ലക്ഷ്മിക്ക് പ്രാധാന്യം കൊടുത്ത് ആദിപരാശക്തിയുടെ ജന്മനാളായി കണക്കാക്കുന്ന ഈ പുണ്യദിനം ശരിക്കും മഹാലക്ഷ്മിയുടെയും തുളസി ദേവിയുടെയും അവതാരം ചെയ്ത ദിവസമാണ് തൃക്കാർത്തിക എന്ന് പറയുന്നത്. തൃക്കാർത്തിക വ്രതം അനുഷ്ഠിച്ചാൽ സർവ്വ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഉണ്ടാകണു എന്ന് പ്രത്യേകിച്ച് പറയുന്നുണ്ട്. വൃശ്ചിക മാസത്തിലെ കാർത്തിക നാളാണ് ദീപങ്ങളുടെ ഉത്സവമായി നമ്മൾ ആഘോഷിക്കപ്പെടുന്നത്. അതായത് എന്താ കാണുന്നത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ എന്താ പറയുക, മഹാലക്ഷ്മി ഭഗവതി എന്ന് പറയുന്നത് എപ്പോഴും ഞാൻ പറയാറുണ്ട്. മഹാലക്ഷ്മിയുടെ അനുഗ്രഹം നമ്മുടെ ഒരു കുടുംബത്തൊരാൾക്ക് കിട്ടുമ്പോഴാണ് ആ കുടുംബത്ത് സമ്പത്ത് ഉണ്ടാവണമെങ്കിൽ ലക്ഷ്മി വേണം, ഐശ്വര്യം ഉണ്ടാവണമെങ്കിൽ ലക്ഷ്മി വേണം, കുട്ടികൾക്ക് നല്ല വിദ്യ ഉണ്ടാവണമെങ്കിൽ ലക്ഷ്മി വേണം, കുട്ടികൾക്ക് നല്ല ജോലി കിട്ടണമെങ്കിൽ ഐശ്വര്യം വേണം. അതായത് ലക്ഷ്മിയാണ് ഐശ്വര്യം എന്ന് പറഞ്ഞാൽ ലക്ഷ്മിയാണ്. അതായത് ദാരിദ്ര്യങ്ങൾ നശിക്കണമെങ്കിൽ ലക്ഷ്മിയുടെ അനുഗ്രഹം വേണം, സർവ്വ ഐശ്വര്യങ്ങൾ വേണം എന്നാൽ അതിന് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം വേണം എന്ന് വേണ്ട. നമ്മുടെ ജീവിതത്തിൽ സാധാരണ രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെയാണോ നമുക്ക് അനുഗ്രഹകലയായി നിൽക്കുന്നത് അതെല്ലാം ഭഗവതി ലക്ഷ്മിയുടെയാണ്. ആ ലക്ഷ്മി അറിയാം, വിഷ്ണുവിൻ്റെ അല്ലെങ്കിൽ ഭഗവാന്റെ ഭാര്യ സങ്കല്പത്തിലാണ് ലക്ഷ്മി. അത് അത്രയ്ക്ക് കേമായി നിൽക്കുന്ന ഒരു ദിവസം തന്നെയാണ്, അത്രയ്ക്ക് ഗംഭീരമായി നിൽക്കുന്ന ഒരു ദിവസം തന്നെയാണ്. ലക്ഷ്മിയുടെ അനുഗ്രഹം ഉണ്ടെങ്കിലാണ് നമ്മുടെ കടങ്ങൾ തീരുക, ലക്ഷ്മിയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ നല്ല സമ്പത്തുണ്ടാവുക, ലക്ഷ്മിയുടെ അനുഗ്രഹങ്ങൾ ഉണ്ടെങ്കിലാണ് കുടുംബത്തിൽ അഭിവൃദ്ധി ഉണ്ടാവുക. അങ്ങനെ എല്ലാ രീതിയിലും ലക്ഷ്മി അനുഗ്രഹം വേണം. അപ്പോൾ വൃശ്ചിക മാസി കാർത്തികയുടെ അന്ന് നിങ്ങളുടെ തൊട്ടടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ എക്സ്പെഷ്യലി ലക്ഷ്മിയുടെ അമ്പലം, അതുപോലെ തന്നെ ദുർഗാ ഭഗവതിയുടെ അമ്പലമൊക്കെ ഉണ്ട്. അവിടെ ഇല്ലെങ്കിൽ ഏതെങ്കിലും ദേവീക്ഷേത്രത്തിൽ നമ്മൾ രാവിലെ പോയി ഭഗവതിയെ തൊഴുത് ഭഗവതിയെ പ്രാർത്ഥിച്ച് പറ്റുവാണെങ്കിൽ അവിടെ ഇരുന്ന് നാമം ജപിച്ച് അന്നത്തെ ദിവസം ഒരിക്കലെടുത്ത് കുടുംബത്ത് വന്നതിന് ശേഷം ദേവീ മാഹാത്മ്യം ജപിക്കുക, കനകധാര ജപിക്കുക, ലളിതാ സഹസ്രനാമം ജപിക്കുക, അങ്ങനെയുള്ള നാമങ്ങളൊക്കെ ജപിച്ച് ദേവീ കീർത്തനങ്ങളൊക്കെ ജപിച്ച് അന്ന് ദേവിയുടെ ചൈതന്യത്തെ കുടുംബത്തേക്ക് സ്വാഗതം ചെയ്യാൻ ആവാഹിച്ചിരുത്താൻ, മനസ്സുകൊണ്ട് ആവാഹിച്ചിരുത്താൻ പറ്റിയ രീതിയിൽ നമ്മുടെ കുടുംബത്തെ ദേവീ നാമങ്ങൾ കൊണ്ട് പുണ്യമാക്കി ആ പുണ്യമായ അന്ന് സായന്ത്രത്തിൽ വൈകുന്നേരങ്ങളിൽ കുടുംബ അഭിവൃദ്ധിക്ക് കുടുംബത്ത് ചുറ്റും ആ ഭഗവതിയെ വരവേൽക്കാൻ ആനയിക്കാൻ വേണ്ടി ദീപം കൊണ്ട് അലങ്കരിച്ച് ആ ദീപാലങ്കാരകത്തിൽ ദേവിയുടെ സന്തോഷം നിറഞ്ഞ് ദേവി നാമജപത്താൽ പുണ്യമായി നിൽക്കുന്ന ആ കുടുംബത്തിലേക്ക് ആ ഭഗവതിയെ ആനയിച്ച് അവിടെ ഏറ്റവും വലിയ ഗംഭീരമായ സുഖം അല്ലെങ്കിൽ സമാധാനം ഉണ്ടാക്കി ആ ലക്ഷ്മിയുടെ അനുഗ്രഹം കൊണ്ട് ഉത്തരോത്തര അഭിവൃദ്ധി നമ്മുടെ കുടുംബത്ത് വരുത്തി തീർക്കുക എന്നുള്ളതാണ് ഈ പറയുന്ന കാർത്തിക മഹോത്സവം അല്ലെങ്കിൽ ഈ തൃക്കാർത്തിക മഹോത്സവം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ അതിന് അത്രയ്ക്ക് പുണ്യമാണ്, അതുപോലെ പുണ്യം തന്നെയാണ് ആ സ്ഥാനത്ത്. അപ്പം അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട എന്താ വെച്ചാൽ, കാർത്തിക നാളിൽ എന്തൊക്കെ സംഭവിച്ചാലും നമ്മുടെ കുടുംബത്ത് നമുക്ക് ഐശ്വര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ നാമജപാദികൾ ചെയ്യണം, നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ നാമജപാദികൾ നൽകണേ, നമ്മുടെ പരമ്പരയുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. അതുകൊണ്ട് ദുർഗാഭഗവതി ക്ഷേത്രമുണ്ടെങ്കിൽ അവിടെ ഭദ്രകാളിയുടെയോ മഹാലക്ഷ്മിയുടെയോ ആരുടെ ഉണ്ടെങ്കിലും കുഴപ്പമില്ല. അന്നത്തെ ദിവസം ലക്ഷ്മിയുടെ അഷ്ടകമൊക്കെ ഒരു 10-12 തവണ ജപിക്കുക, ലളിതാ സഹസ്രനാമം ജപിക്കുക, ദേവി മഹാത്മ്യം ജപിക്കുക, അങ്ങനെയുള്ള നാമങ്ങളൊക്കെ ജപിച്ച് തൃക്കാർത്തിക ദിവസം വളരെ ഗംഭീരമായി വീടും പറമ്പുമൊക്കെ വൃത്തിയാക്കി ദീപങ്ങൾ കൊണ്ട് അലങ്കരിച്ച് അങ്ങനെ ഭഗവതിയെ നമ്മൾ പൂർണ്ണമായി നിൽക്കുന്ന ജ്ഞാനത്തിൻ്റെയും ആഗ്രഹത്തിൻ്റെയും സാഫല്യത്തിൻ്റെയും ശുഭത്വത്തിൻ്റെയും പ്രതീകമാണ് ഭഗവതി. ആ ഭഗവതിയെ നമ്മൾ ആനയിച്ച് നമ്മുടെ വീട് അല്ലെങ്കിൽ നമ്മുടെ പരമ്പര, നമ്മുടെ കുടുംബത്തിൽ ലക്ഷ്മിയുടെ അനുഗ്രഹമുണ്ടായി എല്ലാ നന്മയും എല്ലാ ഈശ്വരീയതയും അവിടെ നിറഞ്ഞു നിന്ന് നമുക്ക് ഐശ്വര്യത്തിൻ്റെ ഒരു വാതിൽ തുറക്കാൻ പറ്റിയ ദിവസം. അന്നത്തെ ദിവസം വൈകുന്നേരം ഒരിക്കലാക്കുന്നതാണ് നല്ലത്. പറ്റുവാണെങ്കിൽ അന്ന് രാവിലെ നിർബന്ധമായി നിങ്ങൾ അമ്പലത്തിൽ പോകാതിരിക്കരുത്. അമ്പലത്തിൽ ദേവീക്ഷേത്രങ്ങളിൽ പോകുന്നതാണ് ഏറ്റവും വലിയ ദിവസം നല്ലത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വൃശ്ചികമാസി കാർത്തിക നമ്മളത് ആചരിക്കേണ്ട രീതിയിൽ ആചരിച്ചാൽ നമുക്ക് ഐശ്വര്യമാണ്. നിങ്ങൾ ആ ദിവസം ഭഗവതിക്ക് പ്രാധാന്യം കൊടുത്ത് ഗംഭീരമായി നാമജപാദികളും മറ്റും കാര്യങ്ങളും ചെയ്തോളൂ. ഒരു സംശയവും വേണ്ട. അടുത്ത വർഷമാകുമ്പോഴത്തേക്കും അതിൻ്റേതായി നിൽക്കുന്ന ഐശ്വര്യകല നിങ്ങളുടെ കുടുംബത്തെത്തും. അപ്പോൾ അതിൻ്റെ പുണ്യത്തെ നമ്മൾ ഉൾപ്പെടെ നമ്മുടെ കുടുംബത്തിലേക്ക് നമ്മളെ കാണാനായിട്ട്, നമ്മുടെ വീടിന് ഐശ്വര്യം നൽകാൻ ലക്ഷ്മിയുടെ
ആഗമനം ഉണ്ടാവുകയാണ്. അപ്പോൾ ആ ഭഗവതിയെ സ്വീകരിക്കാൻ മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും എത്ര ഉന്നതിയിലേക്ക് നമ്മൾ മാറാവോ, എത്ര രീതിയിൽ നമുക്ക് നാമം ജപിക്കാൻ പറ്റുമോ, എന്തുമാത്രം നാമം ജപിക്കാവോ, എത്രമാത്രം നാമം ജപിച്ച് അവിടെ ഭഗവതിയുടെ സാന്നിധ്യം ഉറപ്പിക്കാവോ, അത്രയും ചെയ്താൽ അത്രയ്ക്ക് പുണ്യമാണ്. അപ്പോൾ അതുകൊണ്ട് ആ വൃശ്ചിക മാസത്തിലെ കാർത്തികയുടെ എല്ലാ അനുഗ്രഹവും നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. അന്ന് ഭഗവതിയെ മാക്സിമം പ്രാർത്ഥിച്ച് ഓരോ കുടുംബത്തിലെ അംഗങ്ങളും പൂർണ്ണ ഐശ്വര്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം. ഗോവിന്ദം പുരി.